ഈ ക്യാമറ ആംഗിൾ നമുക്ക് മാറ്റിയേ പറ്റുള്ളൂ. കറക്റ്റ് ഞാൻ ഇങ്ങോട്ട് വന്നതിൻ്റെ അന്ന് തന്നെ ഗൈസ് ആ സാമാനം അടിച്ചുപോയി. മനസ്സിലായി? അത് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഈ വട്ടം ആമസോണിൽ നിന്ന് 3 ഡമ്മി ബാറ്ററി ഓർഡർ ചെയ്ത് വെച്ച്. അതുകൊണ്ട് ഇനി ഒരെണ്ണം കേടായാലും അപ്പം വെക്കാം. കാരണം ഈ സാധനം ഓർഡർ ചെയ്താലുണ്ടല്ലോ 15-16 ദിവസമാണ് ഇത് വരുന്നത്. സ്ക്രീനോ? എന്ത് സ്ക്രീൻ? സ്ക്രീനോ എന്താ മനസ്സിലായില്ല. സ്ക്രീൻ വന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പം OBS തന്നെയല്ലേ കാണുന്നേതാ? അതെന്ത് വർത്താനം? നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണുന്നില്ലേ? നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ലേ? കാണാലോ. ഓക്കെ. സോ ഗൈസ്, ഞാനുണ്ടല്ലോ, ഞാൻ മറ്റേ സാധനം ആ ദിവസം അടിച്ചു പോയോണ്ടാ. അല്ലെങ്കിൽ ഞാൻ അത് ഫേസ് ക്യാമും ഇതെൻ്റെ ഹാൻഡ് ക്യാം നിങ്ങൾക്ക് POV കാണുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു ഈ ബാക്കിൽ വെക്കുന്നത്. അപ്പം ഇനി ഞാൻ എറണാകുളത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് എറണാകുളത്തു നിന്ന് സിമുലേറ്റർ സ്ട്രീംസിൽ നിങ്ങൾക്ക് ബാക്കിൽ നിന്ന് എൻ്റെ ഡ്രൈവിംഗ് POV കാണാം. മനസ്സിലായോ? ഡ്രൈവിംഗ് POVയും ഇതും കാണാം. അതുകൊണ്ട് അത് സീനില്ല. സ്ലോട്ടില്ല. അയ്യോ എടാ, എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞുവിടറാ. ഞാൻ സെർവറിലെ ഡിസിഷൻസ് ഞാനല്ലല്ലോ എടുക്കുന്നത്. സെർവറിലെ ഡിസിഷൻസ് അഡ്മിൻസ് അല്ലാതെ എടുക്കുന്നത്. എനിക്ക് അതിനെപ്പറ്റി വലുതായിട്ട് അറിഞ്ഞൂടാ. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. നിങ്ങളത് അഡ്മിൻ പാനലിലുള്ള ആരെങ്കിലും ലൈവ് വരുമ്പോൾ അവരോട് ചോദിക്കണം പ്ലീസ്. എനിക്കതിനെപ്പറ്റി അറിഞ്ഞൂടാ. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഞാൻ ചന്ദ്രൻ്റെ ഇത് കണ്ടായിരുന്നു. ചന്ദ്രൻ്റെ കാര്യത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങളുടെ അടുത്ത്. അതായത് ഇവരൊരുമിച്ച്, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ RP കാണുന്നവർക്ക് ഇത് നല്ലതുപോലെ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ പറയുവാണ്. ചന്ദ്രൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. ചന്ദ്രനും ഭരചന്ദ്രൻ സാറും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ, അതായത് PDയിലും കുറച്ച് പേർക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്, TVക്കകത്ത് സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്, സിറ്റിസൺസ് ആയിട്ട് നിൽക്കുന്നതിൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്, PvP കളിക്കാൻ വേണ്ടി മാത്രം താല്പര്യമുള്ളതാണ്. അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഈ PDയിൽ ഭരചന്ദ്ര സാറിനും അതുപോലെ തന്നെ ഡ്രീമറിനുമാണ് ഇത് RP ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന 2 പേര്. നിങ്ങളൊരു കാര്യം ജസ്റ്റ് ചിന്തിച്ചാൽ മതി. ഡ്രീമറിന് PvP ആണ് കളിക്കേണ്ടതെങ്കിൽ അവൻ ഒറ്റയ്ക്ക് ഇതുപോലത്തെ RP പുള്ളി ചെയ്യാതെ നേരെ പോയി നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരുടെ കൂടെ നേരെ പോയി സിറ്റുവേഷൻ എടുത്താൽ മതി. അവൻ എന്നിട്ടും അതിൽ നിന്നൊക്കെ മാറി അവൻ ഒറ്റയ്ക്കാണ് RP ചെയ്യുന്നത്. അവന് PvP ആക്കാൻ ഒരു താല്പര്യമില്ല. ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നിങ്ങൾക്ക് ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന്. ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവർ 2 പേരും കൂടിയാണ് ഈ RP പ്ലാൻ ചെയ്ത് വന്ന സമയത്തുണ്ടല്ലോ, ചന്ദ്രൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഭരചന്ദ്ര സാറിനെ ഹോസ്റ്റേജ് എടുത്തിട്ട് പോയി സംസാരിക്കുക എന്നുള്ളൊരു കാര്യം, സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ ഡീലിൽ വെച്ചിട്ട് നേരത്തെ പോലത്തെ ഒരു RP ചെയ്യാൻ വന്നതാണ്. പക്ഷേ ആ സമയത്ത് ഭരചന്ദ്ര സാറിന് അത് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അപ്പോൾ പുള്ളി പെട്ടെന്ന് സിറ്റുവേഷനിൽ നിന്ന് ഇതായപ്പോഴത്തേക്കിന് കൂടെ വന്ന് ഇവന്മാർ അടിച്ചപ്പോഴത്തേക്കിന് പുള്ളി അതിൽ നിന്ന് വെളിയിൽ പോയപ്പോഴത്തേക്കിന് ചന്ദ്രൻ ലൈവ് ആണല്ലോ, ചന്ദ്രൻ എന്തുവാണ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ചന്ദ്രൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, വെളിയിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭരചന്ദ്ര സാർ കൂളായപ്പോൾ ഭരചന്ദ്ര സാർ പറഞ്ഞു നമുക്കിത് സിറ്റിയിൽ ഒന്നുകൂടെ ഗ്യാങ്ങുമായിട്ട് സംസാരിച്ച് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഫിയർ RP അവിടെ കാണിച്ചില്ല. ശരിയാ, നിങ്ങൾ പറയണത് ശരിയാ. ഞാൻ പറയണ ഫുൾ കേക്ക്. എന്നിട്ട് ഇവർ വെളിയിൽ പോയി ഭരചന്ദ്ര സാർ ഒന്ന് കൂളായിട്ട് തിരിച്ചു വന്ന് ഇത് സെറ്റാക്കാം എന്നുള്ള രീതിയിലായപ്പോഴത്തേക്കിന് ഈ ഡ്രീമറിന് ഇപ്പുറത്തെ സൈഡിൽ POV അറിയത്തില്ലല്ലോ. ഡ്രീമർ അന്നേരം നേരെ പോയി അവിടുത്തെ കൂട്ടത്തിലുള്ള 2 പേരെ അടിച്ചിട്ട് അപ്പോഴത്തേക്കും സിറ്റുവേഷൻ വീണ്ടും വേഴ്സായിട്ട് അഡ്മിൻസ് ഇടപെട്ടു, ഇതാക്കി. അവരിനി സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സംസാരിച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അത് നിങ്ങൾ ബാഡ് ആവേണ്ട. അത് അവനും എഫേർട്ട് ഇട്ട് അവിടെ വരെ കൊണ്ടുവന്നതിൻ്റെ ഒരു വിഷമം. അതുപോലെ തന്നെ ഭരചന്ദ്ര സാറിനും ചിലപ്പം ആ ഒരു ഇതായിരിക്കും. ലൈക്ക് ഇതാണ് സംഭവിച്ചത്. അതിപ്പോൾ ഞങ്ങൾ വെളിയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡ്രീമറിനോട്. കേസ് ഈഗോ എന്ന് പറയല്ലേ, ഒരു ചില്ലാവ്, അത് ഫിക്സ് ആവും, അത് ശരിയാവും. എല്ലാം ഇതായിട്ട് പോയി കണ്ടിന്യൂ ചെയ്യില്ലെന്ന് പറഞ്ഞാണ്. ഇല്ലാണ്ട് അത് കണ്ടിന്യൂ ചെയ്യിപ്പിക്കാം, സംസാരിക്കാം. നല്ല RP ആയിരുന്നു. ശരിയാ, നല്ല RP ആയിരുന്നു. സത്യമാണ്, നല്ല RP ആണ്. വിട് തെറി വിളിച്ച് നോക്കിയ ചന്ദ്രനെ. ഇവനെയൊക്കെ ഇഗ്നോർ ആക്കി വിടറാ. ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ വട്ടത്തെ കാര്യം ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് ആക്കുവാണേ. ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് ഇത്രയും വേഴ്സ് ആക്കിയത് ആരാന്നറിയോ ഗൈസ്? ഇതിന്റെ കാര്യമല്ല ഞാൻ പറയണത്, ഈ PDD RPയുടെ കാര്യമല്ല ഞാൻ പറയണത്. ഇത് ഇത്രയും വേഴ്സ് ആക്കിയത്, ഇത് മര്യാദയ്ക്ക് പൊക്കോണ്ടിരുന്നപ്പം ആദ്യം തുടങ്ങിയത് ഇവന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ വരുന്ന കൊച്ചുപട്ടാളം ഇല്ലേ, ഇവന്മാർ വെറുതെ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇവന്മാർക്ക് ഗ്യാങ് സ്ലോട്ട് കിട്ടാത്തതിൻ്റെ അന്ന് തൊട്ട് എന്നെ അപരാധിച്ചു തുടങ്ങിയതാണ്. മീൻസ് കുറേ കൊച്ചു പട്ടാളങ്ങൾ വന്നിട്ട് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയാം, നീ കാരണം അല്ലേടാ ഗ്യാങ് സ്ലോട്ട് കിട്ടാത്ത.
നീ കാരണമല്ലടാ അത് കിട്ടാത്ത ഇത് കിട്ടാത്ത എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങിയതായത്. ഇത് തുടങ്ങി പ്ലേയേഴ്സ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു നമ്മൾ ഈ സിറ്റിയിൽ എന്തായാലും ഗ്യാങ് ആവൂല എന്ന് പ്ലേയേഴ്സും പറഞ്ഞു തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ ഒരുമാതിരി എന്തോ സെർവറിൽ പോയി കളിക്കുന്ന രീതിയിലായി. സെർവറിൽ പോയി ഞാനിത് പറയുക, എന്തായാലും അങ്ങനെ പറഞ്ഞു വരുത്തി. ഇനിയിപ്പോൾ നീയൊക്കെ അങ്ങനെ പറഞ്ഞു, എന്തായാലും പറഞ്ഞു വരുത്തി. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞു, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ല. എനിക്ക് ആ ബുദ്ധിയില്ല, നിങ്ങളെ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു കുരുട്ട് ബുദ്ധി എനിക്കില്ല. അപ്പം എന്തായാലും നീയൊക്കെ പറഞ്ഞ് അങ്ങനെ വരുത്തി, ഞാൻ കാരണമാണ് സെർവർ സ്ലോട്ട് കിട്ടാത്തതെന്ന്. ഇനിയിപ്പോൾ അങ്ങനെയാണ് പറയാൻ താല്പര്യമെങ്കിൽ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല. മനസ്സിലായോ? അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല ഗൈസ്. ഈ കാര്യത്തിൽ ഞാൻ ഇനി പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇതിനകത്ത് സീറോ ഇമ്പോർട്ടൻസ് ആണ് ഇത് കൊടുക്കണേ. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, ഈ ഫോൺ ഇവിടെ ഇരിക്കുന്നു, ഇനി അവർ ഗ്യാങ് ആയാലും ഈ ഫോൺ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും, മാറ്റമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് എനിക്ക്. ഇനി അവർ ഗ്യാങ് ആയാലോ, ഇനി തിരിച്ച് ഇത് കോംപ്രമൈസ് ആയി ഗ്യാങ് ആയിട്ട് ഫോം ചെയ്താലോ ഒന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. എന്തോ ആയിക്കോട്ടെ, അവരുടെ കാര്യം അവരുടെ, എനിക്ക് അറിയണ്ട. എന്നെ ഇതിനകത്തോട്ട് ഇവരുടെ ഒരു കാര്യത്തിലും ഇടപെടാനും സംസാരിക്കാനും എനിക്കിനി താല്പര്യമില്ല. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. പോടാ കുണ്ണി. അതെ, നീ ഇതൊക്കെ നിന്റെ വാക്ക് ചെൽപ്പടിക്ക് നിൽക്കുന്നവന്മാരോട് പോയി പറഞ്ഞാൽ മതി, എന്നോട് പറയില്ലടാ മോനെ പ്ലീസ്. അതൊന്നും അനുസരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ആളേ അല്ല ഞാൻ. നീ അല്ല, ഇനി നിന്റെ ആരും എന്ന് പറഞ്ഞാലും എനിക്കിതൊന്നും അനുസരിക്കാനുള്ള ഇനിയൊന്നും പറ്റത്തില്ല. മനസ്സിലായോ? അല്ലാതെ നിന്നെയൊക്കെ വന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ മറ്റേ ഇത് പറയാനോ ഇതാക്കാനോ ഒന്നും എന്നെ കിട്ടത്തില്ല. നിനക്ക് ആള് മാറിപ്പോയി. അതൊക്കെ നിന്റെ കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞ് ചെൽപ്പടിയിൽ നിൽക്കുന്നവരോട് വേണം പോയി ഓർഡർ. അതെ, ചെറിയ പിള്ളേരുടെ അടുത്ത് അതൊക്കെ നമ്മുടെ അടുത്ത് ഇറക്കരുത്. ഒന്നും പുറം നമ്മളെ ബാധിക്കുന്ന കേസുകളേ അല്ല. അപ്പൊ എല്ലാവർക്കും വെൽക്കം ഗൈസ്, വെൽക്കം ടു പറയാ. അഭിനയം കിട്ടില്ല, ഞാനും റെക്കോർഡ് ചെയ്തോണ്ടിരിക്കരുത്. ആണല്ലേ? നീ എന്നെ കോള് വിളിച്ചപ്പോഴാണ് അളിയാ ഞാൻ സത്യം എടാ അവള് വിളിച്ചതാ. എന്താ കാര്യം പറയട്ടെ, ഞാൻ ഇത്ര നേരം ഡ്രീമറിനോട് കോള് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. സാധാരണ ലൈവ് ഇടുന്നതിന് തൊട്ട് മുന്നേ അവളെ ഞാൻ വിളിച്ച് ലൈവ് ഇടാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടാ ലൈവ് ഇടുന്നേ. അപ്പൊ ഞാൻ അവളെ വിളിക്കാതെ ഡ്രീമറിന്റെ കോള് കട്ട് ചെയ്തിട്ട് നേരെ വന്ന് ലൈവ് ഇട്ട്. ഞാൻ ലൈവ് ഇട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പടപട നിന്റെ കോള്, ഇറ്റാച്ചിയുടെ കോള്, എല്ലാവർക്കും അണ്ണാ ഒന്നും പറയല്ലേ ലൈവ് ലീക്ക് ആവണത്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചൊരു കണ്ടന്റ് കൊടുക്കാന്ന്. എന്റെ വെറുതെ ഒരു 500 MB പോയി ഡിസ്കില്. ഞാൻ നിന്റെ അടുത്തൊക്കെ ഒരു കാര്യം പറയട്ടെ, നീക്ക് ഈ കമന്റിൽ കിടന്ന് എന്തേലും ഇട്ടാ എടാ എന്നെ എന്തേലും ബാധിക്കുമെന്നാണോ? ബ്രോ ഗെറ്റ് എ ലൈഫ്. എടാ എനിക്ക് അഡ്വാൻറ്റേജ് അല്ലാതെ ഒരു ഡിസഡ്വാൻറ്റേജും ഇല്ല നീയൊക്കെ ഇവിടെ വന്നിരുന്ന് ലൈവ് കാണുന്നതിൽ. തെറിയൊന്നും വിളിക്കല്ലേ. അപ്പൊ എല്ലാവർക്കും ചിയേഴ്സ്. അളിയ റെഡ് ബുള്ളിന്റെ ഇങ്ങനെ ഒരു സാധനം നിങ്ങൾ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ ഇത് അങ്ങനെ കുടിക്കാറില്ല, എന്നാലും എനിക്ക് ഇത് ക്യാനല്ല, ഇത് വേറൊരു സാധനമാണ്. ഇങ്ങനത്തെ റെഡ് ബുള്ള് ഇത് ഇതുവരെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല കണ്ടില്ല. ഇത് അല്ലല്ല പ്രൊമോഷൻ ഒന്നുമല്ല, ജോക്കർ ബ്രോ കൊടുത്തു വിട്ടതാ. ജോഷുവ ഈഗിൾ ബ്രോയുടെ ഫാദറിനെ മോക്ക് ചെയ്യണ രീതിയിൽ എടാ അവനൊക്കെ എന്ത് അണ്ടിയോ ചെയ്തോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല. എനിക്ക് അവന്മാർക്ക് ഇത് മാത്രമേ പറ്റുള്ളൂ, മോസ്റ്റ് എക്സ്റ്റെൻഡ്. അത് ഇതിനിപ്പുറത്തോട്ട് ഇല്ല. സാവേജിന്റെ PC ഞാൻ കണ്ട് സാവേജിന്റെ PC നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ആ സെയിം PC എന്റെ പുറകെ ഇരിക്കണം, ഇതായിട്ടിരിക്കുന്നത്. ആ സെയിം ക്യാബിനറ്റ്, സെയിം ഇത്. ഗ്ലൗസ് ഇട. കളി കാണുവാ? ഇന്ന് കളിയുണ്ടോ? കളി ഉറപ്പായിട്ടും മൊറോക്കോ ജയിക്കും. എത്ര മണിക്കാ? 1:30 നമുക്ക് പൊളി PC ആണ്. അതാ സാവേജ് സ്റ്റോറി ഇട്ടിട്ടുണ്ടോ? നിങ്ങൾ പോയി കാണാ. അവനും സെറ്റായി. അപ്പം എങ്ങനെ 2-1 മൊറോക്കോ വിൻ ചെയ്തെന്ന് നോക്കാം. അളിയ നീ പറയല്ലേ അളിയ, നീ ഞാൻ ഒരു വേൾഡ് കപ്പ് കാണുന്നതിന് മുമ്പ് എന്നെ അനാവശ്യമായിട്ട് പോർച്ചുഗലിന് ഹൈപ്പ് കൊടുത്ത് മറ്റേ ഇതാക്കിയത് നീയാണ്. നീ പറഞ്ഞു ദൈവങ്ങളാണ്, റൊണാൾഡോ ദൈവമാണെ ബാക്കി എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് നീ പറഞ്ഞത്. റൊണാൾഡോ ദൈവം എന്നുള്ളത് ഞാൻ സമ്മതിച്ചു തരാം. പിന്നെ
ബാക്കിയുള്ളത് ദൈവപുത്രന്മാരാണെന്ന് പറയല്ല. അവന്മാരെ പോലെ ഈഗോ പിടിച്ച് ഇവന്മാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇജാതി ഈഗോ എന്നൊക്കെ പറഞ്ഞ സ്വന്തം ടീമിലുള്ള ആൾക്കാരുടെ അടുത്ത് ഈഗോ കാണിക്കാന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അളിയാ. ഡിസ്പ്ലേ ക്യാപ്ചർ ആണോ? ഓ എന്തിനാ ക്ലൗ ഒക്കെ ഇടുന്നത്? ഗോട്ടിന്റെ മേടിക്കാനല്ലേ? എടാ ഇതിനൊന്നും റിപ്ലൈ, ഇതിനൊക്കെ കളിച്ചതിന് ശേഷം റിപ്ലൈ ഉള്ളൂ. ഇതിനൊക്കെ കളിച്ച് കാണിച്ചു കൊടുക്കാം. നമ്മൾ വെറുതെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കളിച്ച് കാണിച്ചു കൊടുക്കണം. ആർക്കോ ചുമ ഷെയോ എന്തോന്നല്ലോ, ആർ ഡീമനാണോ അത്? ഡീമന് ഷെയോ ആണെന്ന് തോന്നുന്നു. ദീപൻ ഇവിടെ ഉണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. എടാ അളിയ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇന്ന് ഭയങ്കര കാര്യത്തിൽ ഞാൻ മോസർ ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഭയങ്കര പർച്ചേസ് ഒക്കെ സന്തോഷിച്ച് നാളെ വരും സാധനം ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ കണ്ടോട്ടാ ഹാൻഡ് ബ്രേക്കിന്റെ മോസർ. എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും എടുത്ത് മെയിലൊക്കെ എടുത്ത് നോക്കി ഇങ്ങനെ കാണിക്കുന്ന കഥ. അപ്പോഴാണ് ഒരു സാധനം ഞാൻ വായിച്ചത്. മോസർ സീക്വൻഷ്യൽ ഷിഫ്റ്റ്. അയ്യോ നീ അതാണ് ഓർഡർ ചെയ്തേ? ക്യാൻസൽ ചെയ്തിട്ട് വേറെ അല്ലല്ല അളിയ, ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ. ഹാൻഡ് ബ്രേക്ക് ആണെന്ന് പറഞ്ഞാണ് ഞാൻ ആദ്യം സീക്വൻഷ്യൽ ഷിഫ്റ്റർ മേടിച്ചത്. എന്റെ അമ്മ സത്യം. ഞാൻ നോക്കിയപ്പോ വലിക്കുന്ന ഒരു ലിവർ. അപ്പൊ അത് ഹാൻഡ് ബ്രേക്ക് അളിയ, അത് ഹാൻഡ് ബ്രേക്ക് ആണെന്ന് ഞാനും വിശ്വസിച്ചു പോയി അളിയ. ഒരു നിമിഷം എന്നിട്ട് ഏറ്റവും വലിയ കോമഡി എന്താ അറിയാമോ? ഇവിടെ കേരളത്തിലാരും ആ സമയത്ത് അങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ സെറ്റ് ചെയ്തത് കുറവല്ലേടാ. അപ്പം ലോക്ടെക്കിൽ ആദിത്യ ബ്രോയ്ക്ക് ഇത് ഹാൻഡ് ബ്രേക്ക് ആണെന്നാ വിചാരിച്ചിരുന്നത്. പുള്ളി പാഴ്സലാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇന്നോട്ട് ഹാൻഡ് ബ്രേക്ക്. ഞാൻ അളിയ ഇത് കണക്ട് ചെയ്തിട്ടിരുന്ന് വലിക്കുവോ അളിയ. ഞാൻ പൊട്ടിച്ചൊന്നും നോക്കണില്ല. ഞാൻ ഇത് പൊട്ടിച്ചൊന്നും നോക്കിയില്ല. ഞാൻ ഇരുന്ന് വലിക്കുവോ, ഇതിങ്ങനെ വലിച്ചോണ്ടിരിക്കുക. പിന്നെയാണ് അറിയണത് ഇത് സീക്വൻഷ്യൽ ഷിഫ്റ്റർ ആണെന്ന്. ഇപ്പൊ സീക്വൻസ് ആണോ ഗോകു? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ഗോകു എനിക്ക് ആ RDRന്റെ RPയുടെ വൈറ്റ് ലിസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് തരണേ. അത് വലിയ പാടില്ല. ഡിസ്കോഡ് കയറിയാൽ മതി. ആണോ? സൂപ്പർ ഗെയിമാ. സർവർ തുടങ്ങട്ടെ. ആ അപ്പൊ ഒരു RDR സെർവർ തുടങ്ങപ്പ. പിന്നെ മലയാളം തുടങ്ങല്. മലയാളത്തിൽ പിന്നെ മലയാളികൾക്ക് മലയാളം അല്ല ഹിന്ദി തുടങ്ങാൻ പറ്റും. അതെന്തൊരു വർത്താട അപ്പാപ്പനെ നീ ആദ്യമേ അങ്ങ്. അല്ലല്ല, ഇവിടെ അളിയ മലയാള സെർവർ വന്ന അടി പിടി തെറിവിളി എല്ലാം ആയിരിക്കും. ഒന്നുമില്ലല്ലോ, അത് വെടിവെക്കാൻ പറ്റത്തില്ലല്ലോ. തോക്കേ കളയല്ലോ, ഇടിക്കാനേ പറ്റത്തില്ല. അപ്പൊ അമ്പുമില്ലും വിടും. ആലോചിക്കാണ് രഘുലേ ഈ ഡെവലപ്പേഴ്സ് ഗെയിം ഡെവലപ്പ് ചെയ്യുന്നത് നിനക്ക് മൂഞ്ചാൻ തരാനാണ് ഫ്രീ ആയിട്ടെല്ലാം? നീ ഫോർസ് പോലും നീ മേടിച്ചില്ല. എല്ലാം ഫ്രീ ആയിട്ട് തരാം നിനക്ക്. എല്ലാം ഫ്രീ ആയിട്ട്. ഫ്രീ ആണോ RDR? 50 രൂപ. ഇപ്പൊ സ്റ്റീമിൽ ഓഫർ ഉണ്ട്. 27 രൂപ 50 പൈസ മേടിക്കും. പെട്ടെന്ന് ഓടിക്കും. ഐഷോസ്പീഡ് പോലും കയറിയിട്ട് 15 മിനിറ്റിൽ അവനെ ബാങ്ക് കിട്ടിപ്പോയി. അവനെ പോലും ഒരു ഓടാ. അപ്പൊ കണ്ണാപ്പിയൊക്കെ 2 ദിവസത്തിൽ കൂടുതൽ അവിടെ ഉണ്ടാവില്ല. നോക്കൂ, ഞാൻ ഇന്ന് രാവിലെ കയറിയപ്പോ മറ്റേ ഒരു കുതിരനെ ട്രെയിൻ ചെയ്യുന്ന ഒരുത്തിനെ പരിചയപ്പെട്ടു കേട്ടാ. റേവൻ ഫുള്ള് റെഡ് ബുൾ ആണല്ലോ വണ്ടി എല്ലാം. സത്യല്ലേ? ഇത് കണ്ടിട്ട് റെഡ് ബുൾ സ്പോൺസർ മീ. റെഡ് ബുൾ കമോൺ. ഇവിടെ കേബിളും കട്ട് ചെയ്യാതിരുന്ന് സ്വിച്ച് തെക്കിക്കൊണ്ടിരിക്കുക. ഞാനും അങ്ങനെ ആയിരുന്നടാ. കുറച്ചൊരു ഡിസ്കണക്ട് കാണിക്കുന്നത്. പിന്നെ നോക്കുമ്പോ പവർ പ്ലഗ് കുത്തിയിട്ടില്ല. അതാണ് പവർ പ്ലഗ് കുത്തിയില്ല. എടാ ഫിഫ ഇഷ്യൂ അറിഞ്ഞോ? ഫിഫ ഇഷ്യൂ അറിഞ്ഞു. അത് ഇൻവെസ്റ്റിഗേഷൻ ആയല്ലേ? അല്ലെ എനിക്കിപ്പോ ഒരു ഡൗട്ട്. ഇതിപ്പോ ഫിക്സിംഗ് ആണെന്ന് അവര് പിടിച്ചാ ഒന്നേന്ന് തിരിച്ച് വേൾഡ് കപ്പ് നടക്കുമോ? ഇല്ല, ടീം ബാൻ ആയിരിക്കുമല്ലോ. ഫിക്സിംഗ് നടക്കൂല. ഈ ഫിക്സിംഗ് ഒക്കെ ഉണ്ടെങ്കിലേ ട്രംപ് ആരാണ്? ട്രംപ് ഫിഫ വരെ വാങ്ങിച്ചിട്ട്
USA നേരെ സ്ട്രൈറ്റ് ഫൈനലിൽ കൊണ്ടിരുത്തി. അതാണ് ട്രംപ്. സത്യമല്ലേ? വേൾഡ് കപ്പിലേക്ക് പുറത്ത് ഒരു ബോംബ് ഇട്ട് അവൻ വേണമെങ്കിൽ 20 പേരെ അവൻ കയറ്റും. അതൊരു സത്യമാണ്. ഞാനേ ഒരു ഇന്റർനാഷണൽ സ്ട്രീമർ ഒക്കെ ആയിരുന്നെങ്കിൽ, അതായത് ഞാൻ പുറത്തൊക്കെ ഉള്ള സ്ട്രീമർ ആയിരുന്നെങ്കിൽ ഇതിന്റെ 3-1 വാച്ചിങ് മതിയായിരുന്നു. റെഡ് ബുള്ളിന്റെ സ്പോൺസർഷിപ്പ് കിട്ടാൻ 3-1 പോലും വേണ്ട. എടാ 100 വാച്ചിങ് ഒക്കെ ഉള്ളവർക്ക് റെഡ് ബുള്ളിന്റെ സ്പോൺസർഷിപ്പ് ഉണ്ട്. ഇവിടെ നമ്മുടെ നാട്ടിൽ അത്ര ഇതില്ലാത്തതുകൊണ്ടാ. ഫേക്ക് ന്യൂസ് ആണ്. ആണല്ലേ? ഫേക്ക് ആണല്ലേ? ഒറിജിനൽ. ആരും നിന്നെ ഫിഫന്ന് വിളിച്ചായിരുന്നാ? ഒറിജിനൽ ന്യൂസ്, ഫേക്ക് അല്ല. എടാ നീ ഒരു A-ക്ലാസ് പോർച്ചുഗൽ ഫാൻ ആവുന്നുണ്ടേ. സീരിയസ് ആയിട്ട് ഒറിജിനൽ. അത് വിഷമം ഉണ്ടാവരുതല്ലേ? സാരമില്ല, മറരുന്ന് തുടച്ചോളൂ. എല്ലാരും എതിരാണല്ലോ. മലയാളത്തിൽ കുറെ പോർച്ചുഗൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരൊക്കെ സത്യം പറഞ്ഞ നല്ലപോലെ വന്നിരുന്നു പറഞ്ഞില്ലേ. അങ്ങനല്ല കേട്ടാ. ഇന്ന് ഗ്രൂപ്പിനകത്തെ ഗോഗു കൊണ്ടുവന്ന് പറഞ്ഞ് ശരത്തേടെ കൊണ്ടുവന്നിട്ട് ഗോകുവിനെ ടാഗ് ചെയ്തിട്ട് അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ വന്നല്ലോടാ, നീയൊക്കെ ഇതായല്ലോ നിന്റെ അർജന്റീനയെ പിടിച്ചത്. ഗോകു തിരിച്ചു വന്നിട്ട് ജോക്കി ഒരു കുണ്ടനാണെന്ന് പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ വന്ന അത് ജോക്കി അതാവോന്ന് ചോദിച്ചു. ഇവര് തമ്മിൽ അടിയായി ഗ്രൂപ്പിനകത്ത് വായി. അതിന്റെ ഇടയ്ക്കൂടെ കണ്ണാപ്പി വന്ന് എന്തോ മേടിച്ചിട്ട് പോയി. എന്തൊക്കെ നടക്കണ്. എന്നെ ഒരു പോർച്ചുഗൽ ഹേറ്റർ ആക്കുന്നത് ജോക്കിയാണ് സത്യം പറയല്ലോ. ഒരു ബെറ്റ് ഉണ്ടായിരുന്നു, മണി വാഷിംഗ് ആണ് അർജന്റീനയുള്ള റിപ്പോർട്ട് ചെയ്തത്. ആ എടാ പിന്നെ വേറൊരു കാര്യം ഉണ്ടറാ, ഇവന്റെ പളി അലക്കാതളിയാ. വേറൊരു കാര്യമുണ്ട് കേസ്. ഈ വേറൊരു രാജ്യത്ത് ഈ കളിയൊക്കെ നടക്കുമ്പോൾ ഈ മാനേജ്മെന്റുകാരൊക്കെ പൈസ ബ്ലാക്ക് വൈറ്റ് ആക്കുന്നത് ചിലപ്പം കോഴ കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കത്തില്ലല്ലോ. ഒരു ടീമിനെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് പരിപാടിയല്ലേ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നില്ല കേസ് ഈ ഫിഫ പോലത്തെ ഈ വേൾഡ് കപ്പ് ഒക്കെ ഇത്ര എക്സ്പോഷറുള്ള സാധനമൊക്കെ ബ്രൈബ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. പോർച്ചുഗലും ബ്രസീലൊക്കെ ജയിക്കത്തില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, ഇതൊക്കെ ബ്രൈബ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ ഇല്ല. അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ കേസ്, എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയാം, ഇതൊരു സത്യ വെളി വരട്ടെ എന്താണേലും. കളി കണ്ടവർക്ക് അറിയാം എങ്ങനെ കളി തിരിച്ചു പിടിച്ചത്. അല്ല ആ റഫറിയെ ബാൻ ചെയ്തു എന്ന് പറയണ സത്യമാണോ? ഓ അങ്ങനത്തെ ഒരു ഒഫീഷ്യൽ ന്യൂസ് വന്നിട്ടില്ലല്ലോ ഇതില്. ഒഫീഷ്യൽ ന്യൂസ് അല്ല. ഓ അങ്ങനൊന്നും വന്നിട്ടില്ല. നോ 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 അതും ഫേക്ക് ആണ്. ആണോ? ഓ അതും ഫേക്ക് ന്യൂസ് ആണെന്ന്. ഫേവറേഴ്സും ഉണ്ടാവുമല്ലോ അണ്ണാന്ന്. എടാ നിങ്ങളിന്ന് കാര്യം ആലോചിച്ച് നോക്കിയടാ, ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പുള്ളി ഫേവറേഴ്സും കാണിച്ചാൽ പുള്ളിയുടെ അന്നം അല്ലടാ മുടങ്ങണേ. പുള്ളിയെ അത് പിടിച്ചു എന്ന് വിചാരിച്ചോ, പിടിച്ചെങ്കിൽ പോലും പുള്ളിയുടെ ഒക്കെ കരിയറും ഇതുമെല്ലാം പോകത്തില്ലേ? നമ്മളിവിടെ ഇരുന്ന് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം എന്തോന്ന് അവർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. എടാ എല്ലാ വർഷവും ഫുട്ബോൾ നടക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? പക്ഷെ എന്തായാലും എടാ ഇല്ല ബ്രാവോ, എനിക്കൊരു റിഗ്രറ്റേ ഉള്ളു ബ്രാവോ. സത്യം പറയല, ഫുട്ബോൾ എന്ന് പറയുന്ന കളി കുറച്ച് നേരത്തെ കണ്ടു തുടങ്ങണമായിരുന്നു. എനിക്ക് ഒരുപാട് കിഡിലൻ മാച്ചസും കിഡിലൻ ഈ ലെജൻസ് ഒക്കെ അവരുടെ പ്രൈമിൽ കളിച്ച ഇതെല്ലാം എനിക്ക് മിസ്സായി. സത്യം പറയാം, ഈ സ്പിരിറ്റ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല അർജന്റീനയുടെ കളിയൊക്കെ കണ്ട രാത്രി കിട്ടിയ അഡർലാൻഡൊന്നും എനിക്ക് ഞാൻ എന്താ പറയണ്ട എന്റെ അമ്മു. 13 മിനിറ്റിൽ 3 ഗോൾ. അയ്യോ സത്യം. ജസ്റ്റ് തിങ്ക് ഒരു ഗെയിമൊക്കെ സ്ക്രിപ്റ്റ് ആണെന്ന് പറയാനുള്ള ബുദ്ധി, അതാണ് ഞാൻ പറയണേ. അതെ ഇനിയിപ്പോൾ ഈ അലിഗേഷൻസ് ഒക്കെ വന്നു എന്ന് പറയണത് കറക്റ്റ് ആണെന്ന് അറിയത്തില്ലല്ലോ.
അങ്ങനെയാണെങ്കിൽ IPL ശരിക്കും കോഴ നടന്ന് എന്നിട്ട് ഇന്ന് ആൾക്കാർ IPL കാണുന്നില്ലേ? ആ ചെന്നൈയെ പറ്റി പറയല്ലേ പ്രശ്നം ഉണ്ടാകും. ഞങ്ങൾ CSK ഫാൻസ് അസ്വസ്ഥരാവേ. ഞങ്ങൾ 2 വർഷം കളിക്കാതിരുന്നവരാണ്. ചെന്നൈയെ പറ്റി പറയുന്നത് ഇത് IPL ഇല്ലാതെ ഡ്രാഗ് ചെയ്യരുത്. CSK ഫാൻസിന് ഞങ്ങൾക്ക് വിഷമാവും. എന്തൊക്കെയാണോ നടക്കണേ. വേറൊരു കാര്യം പറഞ്ഞ ഇന്ത്യ 72 ഓൾ ഔട്ട് ആയി. ഇല്ല 158 അടിച്ചു. ആരടക്കം അടിച്ചു? ഇല്ല, ഇന്ത്യ ലാസ്റ്റ് കളി 76 ഓൾ ഔട്ട് ആയി. അത് ഇന്ന് 4ാമത്തെ കളി നടന്നോണ്ടിരിക്കല്ലേ. എന്തൊക്കെ നടക്കണ്. ഇവിടെ ട്രാഫിക് ഡ്രിഫ്റ്റ് ചെയ്ത് വരുമ്പോഴാടാ. ബ്രോ ഇൻഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന കേട്ടാൽ തന്നെ മനസ്സിലാകും ഒരു അർജന്റീന ഫാൻ ആണെന്ന്. അതല്ല, വേറൊരു കമന്റ് ഉണ്ട് വൈപ്പർ ഓപ്പിയുടെ. എടാ എനിക്ക് അർജന്റീനയിൽ ഒരാളുടെ 5 പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞിരിക്കാം. അർജന്റീനയിൽ എനിക്ക് മെസ്സിയെ അറിയാം, പോർച്ചുഗലിൽ എനിക്ക് റൊണാൾഡോയെ അറിയാം. ഇതൊക്കെയുള്ള എനിക്കറിയാവുന്നവര്. അല്ലാതെ ബ്രസീലില് മറ്റേ നെയ്മർ ഉണ്ടെന്ന് അറിയാം. ഒരു 5 പ്ലേയേഴ്സിന്റെ പേര് പറയാൻ പറഞ്ഞാൽ പോലും അറിയത്തില്ല. പിന്നെയാണ് നീ എന്റെ അർജന്റീന ഫാൻ ആക്കണേ. ബ്രാവോ രഘുലേ.